അപ്പോൾ ഇന്ന് നമ്മൾ അനുകുട്ടീൻ്റെ +1 റിസൾട്ട് വന്നിട്ടാ. അപ്പോൾ അവള് വന്നില്ല, കോളേജ് പോയിട്ടാണ് എന്നെ വരണത്ര. അവള് വരുന്നതിലടക്ക് നമുക്ക് രജിസ്റ്റർ നമ്പറിൽ അമ്മ കൊണ്ടുവന്നിട്ടുണ്ട്. ആദ്യമാണ്. അപ്പോൾ റിസൾട്ട് നോക്കാൻ വേണ്ടി അല്ല ഓളെ രജിസ്റ്റർ നമ്പറും ഡേറ്റ് ഓഫ് ബർത്ത് എല്ലാം അടിച്ചു വെച്ചിട്ടുണ്ട്. ഇനി റിസൾട്ട് നിൽക്കുക വേണ്ട എന്താവും എന്നൊന്നും പറയണ്ട. ഓള് വന്നിട്ട് വേറെ നോക്കാം. നമ്മൾ നോക്കിയില്ല, നമ്മളെ ഒരു സമാധാനത്തിന് നോക്കുന്നതാണ്. എന്നാ ശരി, നമുക്ക് +1 റിസൾട്ട് ഈ റിസൾട്ടാണ് +2 അമ്മ ചക്കനെ മടലുകൊണ്ട് പോകാൻ ചാടാൻ വേണ്ടി പോന്ന. എന്നാ പിന്നെ സമാധാനം കയ്യിലൊരു പറയില്ല. ഇത് സെറ്റായി കഴിഞ്ഞാൽ +1 +2 +2 കൂടി മാർക്ക് കിട്ടില്ല. പാസ് മാർക്ക് ഉണ്ടെങ്കിൽ +2 എക്സാം എഴുതുമ്പോൾ വിഷമില്ല. എന്നുവെച്ചാൽ ആ പാസ്സേ വേണ്ടു, ഫുൾ A+ കിട്ടും. അതിൽ ഇതായാലും അപ്പൊ അനുവിന്റെ എക്സാം റിസൾട്ട് എന്നാ നോക്കാം എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൊ നമുക്ക് ചെക്കാക്കാം ചേട്ടാ. നിക്കട്ടെ. നെറ്റില്ലേ ഇതില്? ഒരു കൈവറ കാല് പറയുന്നുണ്ടല്ലോ. ആദ്യം ചോദിക്കുന്നുണ്ട് എന്ത് രജിസ്റ്റർ നമ്പറിനല്ലേ? പറഞ്ഞുതരാം. ഡീറ്റെയിൽസ് എല്ലാം ഉണ്ട് കേട്ടോ അതിൻ്റെ അകത്ത്. അതാണ് ഇത് ശരിക്കും നമുക്ക് നോക്കാനൊന്നും അറിയില്ല. ഇനിയിപ്പോ അനു വന്നാലേ ഇത് കിട്ടുമെന്നൊന്നും അറിയില്ല. അല്ല, നമ്മള് ഓളോട് പറയാണ്ട് ചെയ്തോളൂ, നമുക്ക് കിട്ടായിട്ടാകും. നോക്കറാ, അടിച്ചു നോക്കറാ. ഇതാണല്ലേ? അതന്നെ. പൊട്ടി ബക്കറ്റും തിന്നുണ്ട്, പൊട്ടു. അതുകൊണ്ട് എടുത്തു നോക്കാൻ വേണ്ടി പോക്കാം. ചിലപ്പോ അത് എടുത്ത് വെച്ചിട്ട് കുറച്ച് ലേറ്റ് ആയതുകൊണ്ടാവാൻ വരാത്തതെന്ന് അറിയില്ല. അപ്പോൾ വിരലിനെ എടുക്കാൻ നമ്മൾക്ക് നോക്കി വെക്കാന്ന് വിചാരിച്ചു, പക്ഷെ ഒന്നും നടക്കുന്നില്ല കേട്ടോ. ഇതെന്തെല്ലോ ചോദിക്കുന്നുണ്ട്, അടിച്ചു കൊടുത്തിട്ട് ആകുന്നില്ല. ഇതിപ്പോ ഓള് വന്നാലേ പ്രത്യേക നേക്കാണ്. പരീക്ഷ പണി 18 നോക്കിട്ടോ, എല്ലാരും ആകുന്നില്ല. ഇനിയിപ്പോ ഓള് വന്നിട്ട് നോക്കാം. ഇരുന്നോട്ടെ. പ്രിയമുള്ളവരെ, അപ്പൊ അനുകുട്ടിയുടെ റിസൾട്ട് വന്നു. അപ്പൊ അങ്ങനെ നമ്മളെ അനുകുട്ടി എല്ലാ മാസമായിരിക്കാണ്. സന്തോഷായി. ഞാൻ അക്കൗണ്ടൻസിക്ക് ചെറുങ്ങനെ ഒന്ന് പ്രതീക്ഷിച്ചിന്. ഒട്ടുന്നല്ല, പാസ്സാവും, മാർക്ക് കുറവായിരിക്കും. അക്കൗണ്ടൻസി മാമനും കൊമേഴ്സ് അല്ലേ എടുത്തിനെ. അപ്പൊ അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയും, അക്കൗണ്ടൻസി ആർട്ട് ഓഫ് റെക്കോർഡിംഗ് ക്ലാസ് അത് ഇതേപോലെ എല്ലാവരും ഈ കൊമേഴ്സ് പഠിച്ചവരെല്ലാവരും ഇല്ലേ, ഒന്ന് കമന്റ് അടിച്ചോ. കൊമേഴ്സ് പഠിച്ചവരെല്ലാവരും ഉറക്കത്തും ഈ അക്കൗണ്ടിങ്ങിന്റെ ഡെഫിനിഷൻ പറഞ്ഞിരിക്കും. അതാണ് പറഞ്ഞ പോലെ ഉറക്കത്ത് വിളിച്ച് ചോദിച്ചാലും എല്ലാരും ഇത് പഠിച്ച് പറഞ്ഞിരിക്കണം. അതുകൊണ്ട് കൺഗ്രാജുലേഷൻ. അപ്പൊ അനുട്ടി ഒന്ന് കാണിച്ചു മാർക്ക്. ഒന്ന് നോക്കി കേട്ടാ, നമുക്ക് കിട്ടിയില്ല നോക്കാൻ വേണ്ടിട്ട്. എന്താ പറയില്ല. അപ്പൊ അനു എല്ലാം ഡബിളായി. ഇനി +2 ടീച്ചർ മാഷെല്ലാം കാണുന്നുണ്ടോ വീഡിയോ? ഞാന് ശരിക്കും ഉണ്ടല്ലോ, ഞാൻ ഇത് ഇത്ര പ്രതീക്ഷിച്ചില്ല. എന്റെ മോള അല്ല, അവക്ക് എന്തായാലും മാമന്റെ വിദ്യാഭ്യാസം കിട്ടിയിട്ടുണ്ട്. അവളെ ഭാഗ്യമായിട്ടുണ്ടാവും. അപ്പൊ ഉന്നത വിജയം നേടിയ അനുവിന് എല്ലാവിധ ആശംസകളും. അപ്പൊ ഇനി പൊലച്ചൊക്കെ എണീച്ചിട്ട് ആക്കി കൊടുക്കുന്നേനോ, എന്റെ മോള് ഒന്നും ചെയ്യായിട്ടോ വീട്ടിൽ നിന്ന് നമ്മളെല്ലാം എടുത്തുകൊണ്ട് കൊടുത്താലോ അവളെ പറഞ്ഞേച്ചാലും ബിറ്റ് എന്ന് പറഞ്ഞാല് എനക്ക് ഹിന്ദി ഇങ്ങനെ പറയുമ്പോ അറിയാം, പക്ഷെ അത് കുറവാണ്. പക്ഷെ ഇതിൽ 95 മാർക്ക് 100. അതാ ഞാൻ ചിന്തിക്കുന്നത്. എനക്ക് അത് കണ്ടപ്പോൾ എനിക്ക് എന്തോ ഹൃദയം മാറിപ്പോയാടോ. മാറിപ്പോയാ എന്നാടോ ഒരു പാസ്സായി ഇങ്ങനെ ഒന്നും കൊടുക്കല. പക്ഷെ എന്റെ മോള് 3-4 ദിവസമായിട്ട് കുറച്ചൊരു നല്ല തെളിച്ചത്തിലാണ്. അന്നേരം ഞാൻ വിചാരിക്കലുണ്ട് കൺഗ്രാലേഷൻ പറഞ്ഞ നീ. അപ്പൊ നമ്മളെ +2 റിസൾട്ട് അല്ല, ഇത് +1 റിസൾട്ട് ആണ്. പക്ഷെ അനുട്ടി വളരെ ഗംഭീരം, പക്ഷെ രക്ഷപ്പെട്ടിരിക്കുന്നു. എന്നാ നമുക്കൊരു ശരിയാ, നമുക്കൊരു ഫുഡെല്ലാം ആയി കൊടുക്കാം തീർച്ചയായിട്ടും. അപ്പൊ നമുക്ക് നേരെ വൈകി പോവാം. എന്റെ പേരും പഠിച്ച എല്ലാവർക്കും, എന്നെ പഠിപ്പിച്ച ടീച്ചർക്കും മാഷന്മാർക്കും എല്ലാവർക്കും താങ്ക് യു. എല്ലാവിധ ആശംസകളും.
ആശംസ അല്ലേ? അല്ല ശരിക്കും അവരെ സമ്മതിച്ചിരിക്കുന്നു. ഇന്നലെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് ജയിപ്പിച്ചില്ലേ. അപ്പോൾ പിന്നെ നമ്മള് പഠിക്കാൻ വേണ്ടി നിർബന്ധിച്ചാൽ നമ്മൾ മാമേ പോയി പഠിക്കണേ ബുക്ക് എടുത്തിട്ട് എന്ന് പറയുന്നത് അത് ഇതിനെ തരാത്തത് അതൊന്നും കണക്കില്ലേ? തീർച്ചയായും പിന്നെ അതിന്റെ കണക്കുള്ളൂ. ആ എല്ലാരും അങ്ങനെയാണ് കേട്ടോ. ഇപ്പൊ അനൂട്ടി മാർക്ക് കിട്ടും നമുക്ക് ഭയങ്കര സന്തോഷമാണ്. പഠിപ്പിച്ച പിള്ളേർ അങ്ങനെയാണ് തോക്കുന്നു മുൻകൂട്ടി വിചാരിച്ചിട്ടാണ്. അങ്ങനെ ഒരു പ്ലാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചാല് അഥവാ തോറ്റാലും കുഴപ്പമില്ലല്ലോ. അങ്ങനെയല്ല അവള് പറഞ്ഞത്. അപ്പൊ ഇങ്ങനെ പറഞ്ഞാല് ഇങ്ങനെ ജയിച്ചാൽ ഇങ്ങനെയുണ്ട്. പിന്നെ അത് മാത്രല്ല മോളെ, നമ്മൾ ഒരു കാര്യം തന്നെ പ്രതീക്ഷിച്ചുകൊണ്ട് ഇരിക്കാൻ പാടില്ല. ഒന്നും വല്ലാണ്ട് നമ്മളെങ്ങനെ ശ്രദ്ധിക്കാണ്ട് നിന്ന് കഴിഞ്ഞാൽ അത് വേറെ ഇവൾ പാസ്സായാലും നമുക്ക് വേറെ ഒരു ഇതുണ്ട്. കാരണം എന്ന് വെച്ചാൽ വീട്ടിൽ നിന്ന് പഠിക്കുകയില്ല. രാത്രി എടുത്ത് വായിക്കുന്ന പറഞ്ഞത് ഞാൻ പഠിച്ചെന്ന് പറയും. മാഷ് പറയുന്നത് അതേപടി ഓള് കേട്ട് അത് പരീക്ഷക്ക് അതേപടി അങ്ങോട്ടേക്ക് എഴുതാൻ കൊടുക്കുന്നത് മാത്രം. അല്ലാണ്ട് വീട്ടിൽ നിന്ന് പഠിച്ചിട്ടുള്ള ഒരു പരിപാടി ഇവർക്ക് ഇല്ല. അല്ല എന്നോട് സ്കൂളിൽ നിന്ന് കുറെ പിള്ളേർ ചോദിച്ചു എനിക്കെന്നാ ടെൻഷൻ ഇല്ലാന്ന്. എനിക്കെന്നാ എഴുതി കഴിഞ്ഞ് ഇനിയിപ്പോ അതിനെ കുറിച്ച് ടെൻഷൻ അടിച്ചിട്ട് ചിലപ്പോ അത് എന്ത് റിസൾട്ട് വന്നാലും ഞാൻ എഴുതിയതാണ് കിട്ടൂലോ. ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല. എന്റെ മോനെ നമ്മളിപ്പോ എന്തെല്ലോ സഹിക്കണ ദിവസം എല്ലാം സഹിക്കാൻ നമ്മൾ തയ്യാറാണ്. എന്തായാലും വിജയിച്ചല്ലോ. അപ്പൊ ആ ഒരു വിഷയം എഴുതിയെടുക്കുന്നത് അത് വിഷയമില്ല. അല്ല പിന്നെ ഞാൻ ഇമ്പ്രൂവ്മെന്റിന്റെ ടെക്സ്റ്റിൽ എടുത്തിട്ടുണ്ട്. വേണ്ടല്ലോ കൊടുക്കാം. എന്റെ അമ്മീ. ഓക്കെ അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ ഇന്നലെ നമ്മൾ മൈസൂർ പോയതിനും അതിനൂട്ടി വന്നിട്ടില്ല. മൈസൂർ പോയ കുറച്ച് വിശേഷങ്ങളും കൂടി ഇന്നത്തെ വീഡിയോ കാണിക്കാട്ടോ. ആ ನಾವಿವಾಗ ಇರೋದು ಮೈಸೂರಲ್ಲಿ. ನಿನ್ನೆ ಬಂದಿದ್ದೀವಿ, ನಿನ್ನೆ ಇಲ್ಲಿ ಆಲ್ಟ್ ಆಗಿದ್ದೀವಿ. ಇವತ್ತು ಮೈಸೂರಲ್ಲಿ ಏನೆಲ್ಲೋ ಒಂದು ನಮ್ಮ ಪ್ಲೇಸ್ ಎಲ್ಲ ನೋಡ್ಲಿಕ್ಕಿದೆ. ಪ್ಯಾಲೇಸ್, ಫಿಲೋಮಿನಾ ಚರ್ಚ್, ಈ ಥರ ಏನೆಲ್ಲೋ ನೋಡ್ಲಿಕ್ಕಿದೆ. ಅದೆಲ್ಲ ನೋಡಿ ಆಮೇಲೆ ನಾವು ಮನೆಗೆ കേരളಕ್ಕೆ ಹೋಗ್ತೀವಿ. നമ്മളങ്ങനെ അരമനയുടെ തൊട്ട് പുറത്തുള്ളതേ. അപ്പോൾ കവി കുട്ടി എണീച്ചില്ല. അപ്പോൾ ഓള് ഇപ്പോൾ അടുത്ത് തന്നെ ഇരിക്കും നമ്മൾ പന്നിയാണ്. ഓള് പറഞ്ഞ് ഞാനിതുവരെ കണ്ടിട്ടില്ല. അതെ അങ്ങനത്തെ ഓള് നടക്കണം കുട്ടീൻ്റെ അടുത്ത്. അപ്പോൾ കുട്ടി എണീച്ചിട്ടില്ല. കൊട്ടാരത്തിൻ്റെ മുൻഭാഗത്തങ്ങനെ വന്ന് കേട്ടാ സൈഡിലോട്ട് ഇങ്ങനെ വരുത്താണേ. എന്നാൾ വരുമ്പോൾ നല്ല തിരക്കേനും ഇടാം. വാ നമ്മള് എൻ്റെ മോനെ എന്താണ് സ്ത്രീ എന്ന സംഭവം ഇത്ര എനിക്ക് കാല് നല്ല തണുപ്പ്. എന്താ മോനെ ഋത്തിക്ക് എത്രാമത്തെ പ്രാവശ്യം ഇവിടെ രണ്ടാമത്തെ പ്രാവശ്യം. ഇത് ഭയങ്കര സംഭവം. ഇതിൻ്റെ ഉള്ളിൽ ആള് തിരക്കില്ലാന്ന് കേട്ടാ. ഇപ്പൊ തിരക്കില്ല, അതുകൊണ്ട് അല്ലെങ്കിൽ ഭയങ്കര തിരക്കായിരുന്നു. അപ്പൊ ഇതിൻ്റെ ഉള്ളിൽ കീഴെ കൊട്ടാരം ഒരുവകെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ആ എന്നാലും അതെ ഒന്നും കൂടി നമുക്ക് കാണാം. ഇങ്ങോട്ടാ ഇങ്ങോട്ടാട്ടോ. ഇങ്ങോട്ട് എന്തല്ലേ ശ്രീ അതൊക്കെ ഇവിടെ ആൾക്കാർ ഇങ്ങനെ നടക്കും. ഇതാ ഇവിടെ പണ്ട് ഇതിലെ ഇതെല്ലാം ഫോട്ടോയിലും വെച്ചിനെ. എന്താ മോനെ ഒരു ബാതിലുണ്ട്. എന്നാലും ഇത് എങ്ങനെയായത് ഭയങ്കര പണിയെടുത്തിട്ടുണ്ടാവും കേട്ടോ. അപ്പൊ നമ്മൾ നടന്നുകൊണ്ടിരിക്കലാണ്. ഇനി ഇതിൻ്റെ ഉള്ളിലോട്ട് പോയിട്ട് അതിലോട്ടെല്ലാം കറങ്ങിയിട്ട് വരാമെന്ന് അച്ഛൻ പറയുന്നേ. അത് നമുക്ക് പോയി നോക്കാം അല്ലേ ശ്രീ? അല്ലേ നമുക്ക് പോയി നോക്കാം. ഓ തുടങ്ങി ഇതൊക്കെയാണ് അയന്നെ ഇപ്പൊ നഷ്ടാണ്. പക്ഷെ പറ്റാത്തവരെല്ലാം ഉണ്ടാവും. ഇതൊക്കെ പണ്ടത്തെ മറ്റേ ഇത് പറ്റുന്നവരെല്ലാവരും പരമാവധി എടുത്തേക്ക് വന്നോ കാണാൻ. ഇതൊക്കെ പണ്ടത്തെ മറ്റേ വണ്ടി ഇതാണ് കല്ലുകൊണ്ടുണ്ടാക്കിയ കണ്ണാടി.
എന്തുകൊണ്ട് ഉണ്ടാക്കിയെന്ന് വെച്ചാൽ അറമുള കണ്ണാടി അങ്ങനെയുള്ള പറയുന്നേക്കാം. അറമുള കണ്ണാടി മോനെ സ്വാതന്ത്ര്യമായിട്ടത് കേൾക്കുന്നുണ്ടല്ലേ ഇടത്തിച്ച് ഇന്നത്തെ കണ്ണാടിയാണ്. ഓ ഇത് മറ്റേ ഗുഹയിലെല്ലാം പോകുന്നവരുണ്ടല്ലേ. രസമുണ്ട്. ഇതെല്ലാം കാണുമ്പോ നല്ല ഇതൊന്നാടാ ഗ്ലാസ് ഇല്ലേ അതേപോലെ തന്നെ ഉണ്ട്. മാജിക് പക്ഷേ ഒന്നൊന്നൊരു സംഭവട്ടാ. എന്തല്ലേ ഇതൊരു അട്രാക്ഷൻ തന്നെയാട്ടാ. ആൾക്കാരെല്ലാം കൂടിയിട്ട് ഒരു സ്ഥലത്തല്ലേ ഇതൊക്കെ ഇതൊരു എന്നാന്ന് ഇങ്ങനെ ആയിക്കോട്ടെ ഉണ്ടാവും. അങ്ങോട്ടെല്ലാം കാണാനുണ്ട്. ഇത് നമ്മൾ ഉള്ളിൽ കയറിയിട്ടാട്ടോ ഉള്ള ഉള്ളിൽ ഇങ്ങനത്തെ ഇതിലോ കാണാനുണ്ട്. മേലെ കണ്ണണി എല്ലാം മേലെ കേട്ടോ കാണണ്ടേ. ഇത് ഒരു എന്തെല്ലോ രസമുണ്ടല്ലേ. രസമുണ്ട് കാണാൻ ഒരു ശ്രീ എന്തെല്ലോ ആയിട്ട് രസമുണ്ടല്ലേ. രസമുണ്ട്. ഗോൾഡൻ റൂമായത്. ഗോൾഡൻ റൂം ശ്രീ എടുത്തു. ശ്രീമോനെ ഇതെന്നാ ഗോൾഡൻ റൂമാ. ഗോൾഡൻ റൂമിലാട്ടോ ഉള്ളെ. സീനായിട്ടാ. എല്ലാ സ്ഥലത്തും നല്ല ഭംഗിയായിട്ടുണ്ട്. ഓരോരോ ഏരിയ ആണ്. പിന്നെ ഒരു 10-15 ചുറ്റിയാൽ തന്നെ അറിയിട്ടില്ലേ. പിന്നെ ഇല്ലാണ്ട് ബാംഗ്ലൂർ ഉഷാറാണ്. നമ്മളെ ഫാമിലി ആയിട്ടാ വരട്ടെയാ അവനെ കണ്ട് ഫോട്ടോ എല്ലാം എടുത്ത് സന്തോഷം. ഓക്കെ ശരി കാണാം അമ്മ പകല. ശരി തമിഴ്നാടല്ലേ? തമിഴ്നാട് എൻ്റെ പക്കം കർണാടക തമിഴ് ശരി ശരി വരട്ടോ. ശരി കുറേ പേരെ കണ്ടിട്ടാ നമുക്കങ്ങനെ ഇറങ്ങാൻ വിടുന്നത്. മനസ്സിൽ മൊത്തം നമ്മൾക്ക് ഇറങ്ങിയേട്ടാ. അടിപൊളി സൂപ്പർ. കണ്ടിട്ട് മതിയായിട്ടില്ല എന്ന് പറയാം. അപ്പോൾ നമ്മളങ്ങനെ കൊട്ടാരത്തിന് നേരെ തൊട്ട് ഇപ്പുറത്തുള്ള റെസ്റ്റോറൻറ്റിൽ വന്നിട്ടുണ്ട്. ഇത് സിജോ ബ്രോൻ്റെ ഫ്രണ്ടാണ്. ഇന്നലെ രാത്രി നമ്മൾ വീഡിയോയിലേക്ക് കാണിച്ചിട്ട് ഇന്നലത്തെ വീഡിയോയിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ഇതാണ് കേട്ടോ സിജോ ബ്രോ. നമ്മൾ കൊട്ടാരത്തിന് മുട്ടിയിലുള്ള റഫീഖ്. ഓ നാട്ടിലല്ലേ? ഞാൻ കന്നഡത്തിലാണ്. സിജോ ബ്രോ ഇവിടെ എന്താണ് ബസ് കണ്ടില്ലേ? ബസ് ഒരു വലിയൊരു ബസ്സാണ് കേട്ടോ. ഇതിനുള്ളിൽ തന്നെ ഫുഡെല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇതിനുള്ളിൽ ഒരു മിനിറ്റ്. ഇന്നലത്തെ വീഡിയോ കാണാത്തവരാരെങ്കിലും ഇന്നത്തെ വീഡിയോ കാണുന്നുണ്ടെങ്കിലാണ്. സിജോ ബ്രോ എന്ന് പറഞ്ഞാൽ ബേക്ക് ആൻഡ് പാസ്ട്രി ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അതായത് പറഞ്ഞോ സിജോ ബ്രോ, ഒരു പ്രാവശ്യം പറഞ്ഞോളൂ. അതായത് ബേക്കിംഗ് ഡേ ടു സെറ്റ് പഠിക്കാനായിട്ട് നമ്മൾ കേരളത്തിലും കർണാടകത്തിലായിട്ട് നമുക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ബേക്കിംഗ് പാഷനേറ്റ് ആണെങ്കിൽ ധൈര്യമായിട്ട് വരാം. അതാണ് എൻ്റെ ബിസിനസ്. ഷെഫ്മാരെ ഉണ്ടാക്കുക. അതാ ഷെഫ്മാരെ ഉണ്ടാക്കലാണ്. ഒരുപാട് തൊഴിലവസരങ്ങളുണ്ട്. എന്തെങ്കിലും തരത്തിലുള്ള ഇങ്ങനെ ഈ ബേക്കറിയോ എന്തെങ്കിലും ഫുഡെല്ലാം ഉണ്ടാക്കാൻ താല്പര്യമുള്ളവർ, ബേക്ക് ഐറ്റംസ് കേക്കുകൾ ഉണ്ടാക്കാൻ താല്പര്യമുള്ളവർ കൊച്ചിയിലും കോഴിക്കോടും അതുപോലെ തന്നെ മൈസൂരും തിരുവനന്തപുരത്തും ഒക്കെ ഉണ്ട് സിജോ ബ്രോൻ്റെ ബേക്ക് ആൻഡ് പേസ്ട്രി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബേക്കിംഗ് ആൻഡ് പേസ്ട്രി ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. അപ്പോൾ നമ്പർ കാര്യങ്ങൾ ഇന്നത്തെ വീട്ടിൽ കമന്റ് ചെയ്ത് കൊടുക്കുക. ആരെങ്കിലും അതങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ പല സ്ഥലത്തായി ജോലി ഉണ്ടല്ലോ സിജോ ബ്രോ? ഏടില്ല ജോലി ഉണ്ടെന്ന് ഇന്നലെ പറഞ്ഞ നമ്മൾ ഗൾഫിലുണ്ട്, യൂറോപ്പിൽ ജോലി കിട്ടാനായിട്ട്, ഷിപ്പിൽ ജോലി കിട്ടാനായിട്ടാണ് ഇഷ്ടംപോലെ ഓപ്ഷൻസ്, ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു മേഖലയാട്ടോ. ചെറുക്കൻ്റെ ഈ ഒരു കോൺസെപ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് 4 വർഷമായി.
കൊറോണയ്ക്ക് ശേഷമാണ് നമ്മളുടെ ഒരു മൈസൂർ പാലസിൻ്റെ അടുത്തുള്ള ഒരു എക്സ്ക്ലൂസീവ് ഔട്ട്ലെറ്റാണിത്. ഇത് പാലസിൻ്റെ നേരെ പാലസിൻ്റെ 4 ഗേറ്റ് ഉണ്ട് പാലസിന്. അവരെ ഒഫീഷ്യൽസ് പോകുന്ന ഗേറ്റിലാണ് ഇതുള്ളത്. ഇത് പാലസിൽ നിന്ന് മൈസൂർ പാലസ് വിസിറ്റ് ചെയ്യുമ്പോൾ ആർക്കും ഇത് വിസിബിളാണ്. ഈ റോഡിലൂടെ എന്തെങ്കിലും പോകേണ്ടി വരും. എന്തെല്ലാം ഫുഡ് ഇടയിലേക്കാ? ഇവിടെ നമ്മൾ മെയിനായിട്ട് നമ്മൾ ബേക്കറാണ്. ബേക്കറിൻ്റെ കൂടെ ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ ഫ്യൂഷൻ ഫുഡ്സ് ഉണ്ട്, പിസ്സാസ്, പിന്നെ ഐസ്ക്രീംസ്, എല്ലാം നമ്മൾ കയറി കഴിച്ചു നോക്കട്ടെ, നമുക്ക് എന്തെങ്കിലും കാണിക്കാം. ഓക്കെ, താങ്ക് യു. കൊട്ടാരം കാണാൻ വരുന്നവർക്ക് ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കാം. ഓക്കെ, പ്ലീസ്. താമസ സൗകര്യം താമസ സൗകര്യം ഇല്ല. നമ്മുടെ ഉള്ളിൽ ബർത്ത്ഡേ സെലിബ്രേഷൻ ഏരിയ ഉണ്ട്. ഇത് വേറെ തന്നെ ഉള്ളിലുണ്ടല്ലേ? ഞാൻ കരുതൽ ബസ്സാണ് അട്രാക്റ്റീവ് എന്ന് വെച്ചാൽ. അപ്പോൾ ഉള്ളിൽ വേറെ ഉണ്ടല്ലേ? ഉണ്ടല്ലേ? ഇത് കൊട്ടാരത്തിന്റെ സൈഡിലായതുകൊണ്ട് അറിയില്ല. ഇതെല്ലാം കൊട്ടാരത്തിന്റെ ഭാഗമല്ലേ? ഇതൊരു ഹെറിറ്റേജ് ബിൽഡിംഗ് തന്നെയാണ്. ഇത് നമുക്ക് ഒരു ട്രസ്റ്റിന് ഇവിടുത്തെ പഴയ രാജാക്കന്മാർ അവർക്ക് റവന്യൂ ഉണ്ടാകാൻ വേണ്ടിയിട്ട് കൊടുത്തൊരു ബിൽഡിംഗ് ആണ്. അപ്പോൾ അന്നത്തെ കാലത്തെയാണ്. അതായത് പഴയ ഹെറിറ്റേജ് ബിൽഡിംഗ് ആണ്. ഇതിന് നമുക്ക് ബിൽഡിങ്ങിൽ ഒരു സ്ട്രക്ചറും ഇതൊന്നും ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ കൊട്ടാരത്തിന്റെ ഒരു ഇതന്നെ ഉണ്ടല്ലേ? ഓ അതെ ഏട്ടാ, അതാ പഴയ ആ കൊട്ടാരത്തിന്റെ അതേ ഇതിൽ തന്നെയാണ് ഉള്ളത്. ഓ ഇടുന്ന ഇന്നലെ നമ്മൾ കേക്ക് കൊണ്ടുവന്നേ അങ്ങോട്ടേക്ക്. ഓ ഇന്നലെ നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു കേക്കും കാര്യങ്ങളിലോ. അതെല്ലാം കൊണ്ടുവന്നിരിക്കുന്നത് ഇടുന്ന കേട്ടോ. അതാ ഇഷ്ടംപോലെ ഐറ്റംസ് ഉണ്ട്. അപ്പോൾ ഇന്നലത്തെ വീഡിയോയിൽ ഉണ്ടായിരുന്നു, നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. എത്ര വെറൈറ്റി ആണല്ലേ, കുറേ ഐറ്റംസ് ഉണ്ട്. ഇതെല്ലാം ഇവരെന്നെ നിങ്ങൾ ഉണ്ടാക്കുന്നത് അല്ലേ എടാ? ഇത് കൊട്ടാരത്തിനുള്ളിലേക്കാട്ടെ. ഇത് വേറൊരു കൊട്ടാരം, സെലിബ്രേഷൻ ഏരിയ. ഓ സെലിബ്രേഷൻ ഏരിയ. ഇതിങ്ങനെ ഒരു സൗകര്യം കൂടി ഉണ്ടിട്ടല്ലേ? സെലിബ്രേഷൻ ഏരിയ എന്നിട്ടൊരു സൗകര്യം ഉണ്ടേ. ഇതാ അപ്പോൾ 100 ആൾക്കധികം ഉള്ള വലിയൊരു ഹാളുണ്ട്. എല്ലാ അറേഞ്ച്മെൻറ്റും ഇവർ ചെയ്യുന്നുണ്ട്. ഡോൾഫിൻ ഫുഡ് പരിപാടികളെല്ലാം ഇവർ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്തെങ്കിലും ആവശ്യമുള്ളവരെ കോൺടാക്ട് ചെയ്യാം. വന്നപാടന്നെ കൊട്ടാരത്തിൽ ഇവരുടെ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞല്ലേ ഒരു കൊട്ടാരത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഫീല് പണ്ടത്തെ ആ ടൈലെല്ലാം ഇതാ പഴയ കാലത്തെ ആ ടൈൽസ് കാര്യങ്ങളെല്ലാം അങ്ങനെ തന്നെ ഉണ്ട് കേട്ടോ. വലിയൊരു ഹാളാണ്. നമുക്ക് ആ ബസ്സിൻ്റെ ഉള്ളിലൊന്ന് പോകണം. ഞാൻ ഒന്ന് പോയിട്ട് വരട്ടെ, നിങ്ങൾ ഓർഡർ എടുക്ക്. സിജോ ബ്രോ, നമുക്ക് ആ ബസ്സിനുള്ളിലൊന്ന് പോവാം. ഇക്കാ ഫുഡ് ഓർഡർ ചെയ്തിട്ട് പോയാലോ? തിരക്കിലാണോ? നമുക്ക് ബസ്സിനുള്ളിലൊന്ന് പോയിട്ട് വന്നാലോ? വരൂ, നമുക്കൊന്ന് ബസ് കാണാമല്ലോ. ഇവിടെ പണ്ടേ 2 ബസ്സില്ലേ? മുമ്പ് ഉണ്ടായിരുന്നു. പക്ഷേ മൈസൂർ സിറ്റിയിൽ ഈ മൈസൂർ സിറ്റി കറങ്ങുന്ന ബസ്സുകളുണ്ടായിരുന്നു. യാത്രക്കാർക്കുള്ള സൗകര്യം ഉണ്ടായിരുന്നില്ല. ഇത് നമ്മൾ ഈ ഒരു കോൺസെപ്റ്റ് ഞാൻ യൂറോപ്പിൽ പോയവരെ കണ്ടിട്ട് അങ്ങനെ നമ്മൾ ഇവിടത്തേക്ക് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തതാണ്. ഇതിൽ താഴത്ത് കിച്ചൺ ഉണ്ട്, മേലെ സിറ്റിംഗ് ഉണ്ട്. ഒരു 30ഓളം സിറ്റിംഗ് ഉണ്ട്. സിറ്റിംഗ് മേലെ ഉണ്ടല്ലേ? മേലെ സിറ്റിംഗിലേക്ക് ഒന്ന് പോട്ടെ. ഇങ്ങനെ കയറി വരുമ്പോൾ ബസ്സിൻ്റെ കയറി പോകുന്ന പോലെ. ഓ ബസ് തന്നെ കേട്ടാ, മേലെ ബസ് തന്നെ. ബസ്സിലിരുന്ന് ഭക്ഷണം കഴിക്കുക. ഓ അടിപൊളി കേട്ടോ. 30ഓളം ആൾക്കാർക്ക് മേലെ തന്നെ ഇരിക്കാൻ പറ്റും. ഒരു ഭയങ്കര സംഭവം അല്ലേ ഒരു കൺസെപ്റ്റ്. ഓ എവിടെയാ സ്ഥലം? ഇവിടെ തന്നെ കൂത്തുറമ്പിലാണ് സ്ഥലം. കൂത്തുറമ്പിലാ? ഇവിടെ കുറേ വർഷമായിട്ട് ഇവിടെയാണ് വർക്ക് ചെയ്യുന്നത്. ഓ അതെയാ, ഇവിടെ തന്നെ വർക്ക് ചെയ്യുന്നത്? ഓ അതെ അല്ലേ. ഉള്ളിലേക്ക് വിളിക്കണം, ഉള്ളിലേക്ക് പോലെ. സിജോ ബ്രോ, നാണിച്ചിരിക്കണ്ട മടിച്ചിരിക്കണ്ട, കയറി വരാൻ വാ. ഇതാണ് ഇവരെ കിച്ചൻ്റെ ഇത് കേട്ടാ. ബസ്സിൻ്റെ ഫ്രണ്ട് ഭാഗം ഇതാണ്. ഒരു ബസ്സിൻ്റെ ഒരു ഇതുണ്ട് കേട്ടോ, നല്ല രസമായിട്ടുണ്ടാണ്. ഉള്ളോട്ട് കയറുന്നാ? ഇതാണ് കിച്ചൺ കേട്ടോ. ഇവരെ ഓപ്പൺ കിച്ചണാണ്. എല്ലാ പരിപാടിയും മേലെ ഇരിക്കാനും താഴെ ഫുഡ് ഉണ്ടാക്കുന്നതായിട്ടുള്ള സ്ഥലമാണ്. കർണാടകത്തിലെ ഒരു പഴയ പാട്ട് ഇങ്ങനെ പാടുന്നുണ്ട്. എനിക്കറിയുന്ന പാട്ട് ചിന്നത മല്ലിക ഹുവയാണ്. ഹായ് ബ്രോ. ഹായ്. ശശികുമാർ. മലയാളിയാ? ಹೆಸರು ഇസ്മായിൽ. ഹായ്. ഹായ്. ഇവിടെ നിന്നുണ്ടാക്കും അല്ലേ? ബസ്സിനുള്ളിൽ നമ്മൾ കയറി നല്ലുണ്ട് കേട്ടോ. പ്രത്യേകം വേറെ തന്നെ ഒരു ആംബിയൻസ് ആണ്. രസമായിട്ടുണ്ട്. ഒരു ബസ് നിർത്തിയിട്ടിട്ട് അതിൻ്റെ ഉള്ളതിനുണ്ട്. ഐ ലവ് മൈസൂർ ഡോൾഫിൻ. ഓ ഐ ലവ് മൈസൂർ ഡോൾഫിൻ എഴുതിയിട്ടുണ്ട് കേട്ടോ. പിസ്സ, ബർഗേഴ്സ്, ഫ്രഞ്ച് ഫ്രൈസ്, പാസ്ത, സാൻഡ്വിച്ച് എല്ലാം ഉണ്ട് കേട്ടോ. ഐസ്ക്രീം, ഫ്രഷ് ജ്യൂസ്, എല്ലാ ഐറ്റംസും ഉണ്ട്. നമുക്കെന്താ കഴിച്ചാലും പോയിട്ട്. വെജിറ്റേറിയൻ ആട്ടോ മൊത്തത്തിൽ. എല്ലാ ഐറ്റംസും ഉണ്ട്. ഇപ്പം നൂഡിൽസ് ഉണ്ട്. വാവക്കിന് വേറെ അടുത്ത് കൊണ്ട് പോകണല്ലേ? നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമ്മളെ 80% കസ്റ്റമർ വെജാണ്. അപ്പോൾ ഇവിടെ മൈസൂരിൽ പ്രത്യേകിച്ച് കർണാടകത്തിൽ നമ്മുടെ കേരളം കമ്പയർ ചെയ്യുകയാണെങ്കിൽ വെജിറ്റേറിയനാണ് ഒരു മെജോറിറ്റി.
അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ ഡോൾഫിൻ്റെ ഔട്ട്ലെറ്റിൽ എവിടെയും നോൺ വെജ് ഇല്ല വെജ് മാത്രമേ ഉള്ളൂ. അതിൽ എഗ്ഗിൻ്റെ മാത്രം എഗ് പഫ് മാത്രമേ ഉണ്ട്. അതുണ്ടോ? ആ എഗ് പഫ് ഉണ്ട്. അത് വിട്ടിട്ട് ബാക്കിയെല്ലാം വെജാണ്. അതുകൊണ്ട് നമ്മൾ 25 വർഷമായിട്ട് ഡോൾഫിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെജിലാണ് അറിയപ്പെടുന്നത്. നല്ല ഉണ്ട് കേട്ടോ ഫുഡ്. എല്ലോ വരുന്നുണ്ട്. ഐസ്ക്രീം വരുന്നുണ്ട്. ഐസ്ക്രീം എത്തിയിട്ടാ ഒരു വെറൈറ്റി സാധനം വരാൻ പോകുന്നുണ്ട്. എന്നാണ് ഒരു സാധനം അപ്പോൾ നമ്മളിവിടെ വന്നപ്പോൾ നിസാർക്ക് ഒറ്റ നിർബന്ധം ഒരു കേക്ക് മുറിച്ചിട്ട് ആഘോഷിച്ചിട്ട് പോകാണ്. അങ്ങനെ നമ്മളൊരു കേക്ക് മുറിക്കാനുള്ള പരിപാടിയിലാണ്. ഡോൾഫിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈസൂരിലെ കേക്കാണ് നമ്മളെ സിഗ്നേച്ചർ പ്രോഡക്റ്റ് കേക്കാണ്. അപ്പോൾ നമ്മളെ കേക്ക് എന്താ പറഞ്ഞാൽ ഒരു സെലിബ്രേഷന് ഉപയോഗിക്കുന്നതാണ്. നിങ്ങളെ മക്കളെ കൊണ്ടൊന്ന് ചെയ്യിപ്പിക്കാന്ന് വെച്ചിട്ടാണ് അങ്ങനെ നിർബന്ധിച്ചത്. സന്തോഷം കേട്ടോ. ഡോൾഫിൻ ബേക്സ് ആൻഡ് ഐസ്ക്രീംസ്. എങ്ങനെയുണ്ട് കേക്ക്? എങ്ങനെയുണ്ട്? സൂപ്പറായിട്ടുണ്ടാ? ഓക്കെ. നമ്മളിവിടെ വരുന്ന കുട്ടികളെ സെലിബ്രേഷൻ നടക്കുമ്പോൾ നമ്മൾ യൂഷ്വലായിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. നിങ്ങൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങളെ കിട്ടിയതുകൊണ്ട് നമ്മൾ അങ്ങനെ ഒരു പ്രോഗ്രാം അതേപോലെ തന്നെ ചെയ്യാന്നുള്ള ഒരു പ്ലാനിലാണ്. ഓക്കെ, താങ്ക് യു. സന്തോഷം, നമുക്ക് സന്തോഷം. ഇതിൽ യൂഷ്വലായി നമ്മുടെ കുനാഫ ചോക്ലേറ്റ് നമ്മളൊരു എക്സ്ക്ലൂസീവ് ഐറ്റമാണ്. കുനാഫ ചോക്ലേറ്റ് ഡോൾഫിൻ്റെ തന്നെ. അതിലൊരു 4 ഫ്ലേവേഴ്സ് ഉണ്ട്. പിന്നെ നമ്മൾ ഡോൾഫിനെ സംബന്ധിച്ചിടത്തോളം ഡോൾഫിൻ്റെ മെയിൻ പ്രൊഡക്റ്റ് USP പ്രൊഡക്റ്റ് കേക്കാണ്. മൈസൂരിലെ എല്ലാവരുടെയും സെലിബ്രേഷന് നമ്മളെ ഡോൾഫിൻ്റെ കേക്കാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഹയസ്റ്റ് സെല്ലിങ് മൈസൂരിൽ കേക്ക് നമ്മൾ തന്നെയാണുള്ളത് ഡോൾഫിൻ. എങ്ങനെയുണ്ട് ടേസ്റ്റ്? ഓക്കെ, എങ്ങനെ എത്തിക്കേ? അപ്പോൾ എന്തായാലും സന്തോഷം. നമ്മൾ വന്നപ്പോൾ ഇതുപോലൊരു ആഘോഷമാക്കി കിട്ടിയതിൽ വളരെ സന്തോഷം. നമുക്ക് ഭയങ്കര സന്തോഷം. സിജോ ബ്രോ എല്ലാം വഴിയൊരുക്കിയ സിജോ ബ്രോ ഇവിടെ ഉണ്ട്.